നവോത്ഥാന സമിതി എന്ന് പറഞ്ഞാൽ എന്താ? ഈ വർഗീയതയ്ക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്ന ജനാധിപത്യത്തിന്റെ ഒരു പുതിയ സംസ്കാരമാണ് നവോത്ഥാനം. അതിനാണ് സമിതി ഉണ്ടാക്കിയത്, അതിനാണ് മതിലുണ്ടാക്കിയത്. മതിലും പൊളിഞ്ഞു. മതിലിന്റെ ആണിക്കല്ലായ തുഷാർ വെള്ളാപ്പള്ളിയുടെ അടക്കമുള്ള ആളുകൾക്ക് വേറെ എന്തെങ്കിലും. ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഇദ്ദേഹം ഇതിനിടയ്ക്ക് വേറെ തമാശ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ ഞാൻ തമാശകളെ പറയാറുള്ളൂ, എങ്കിലും ആ തമാശ ഞാൻ CPM കൂടെ, ഞാൻ CPM സഹയാത്രികനാണ്. ഇത് കേട്ടിട്ടും പിണറായിക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ CPM സഹയാത്രികനാണ്, അതുകൊണ്ടാണ് BJPക്ക് വോട്ട് പിടിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഭാര്യ ശോഭാ സുരേന്ദ്രന്റെ പ്രചരണത്തിന് പോയി. അദ്ദേഹത്തിന്റെ മകൻ കോട്ടയത്ത് NDA സ്ഥാനാർത്ഥിയായിരുന്നു. എന്നിട്ട് ഞാൻ CPM കാരനാണ്. എന്തൊരു കളിയാണ് പക്ഷേ. അപ്പൊ ആകെ ഒരു കാര്യമുള്ളൂ, കേന്ദ്രത്തിൽ ഒരു പിടി വേണം. മറ്റൊരു സിനിമയിൽ CBI ഡയറക്ടർ പറഞ്ഞ എനിക്ക് ഡൽഹിയിലും ഉണ്ടടാ ഒരു പിടി, എനിക്ക് തിരുവനന്തപുരത്തും ഉണ്ടടാ ഒരു പിടി. കാരണം രണ്ട് സ്ഥലത്തും നമ്മുടെ ആക്രമണം വരും. അപ്പൊ വെള്ളാപ്പള്ളി നടേശന് അങ്ങനെ ഒരു ആവശ്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ ഒരു ആയുധമായി CPM പിണറായി ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നത്. ഈ വോട്ട് പോയതിന് ഭരണവിരുദ്ധ വികാരമല്ല, മുസ്ലിം വിരുദ്ധതയാണ് ഈ വോട്ടിന്, പലസ്തീനും CA ആണ് എന്ന വെള്ളാപ്പള്ളിയുടെ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് ആണ് പിണറായി വിജയൻ തിരുത്തുന്നത്. ഈ തിരുത്ത് വളരെ അപകടകരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. കാരണം ഇസ്ലാമോഫോബിയ തന്നെയാണ് ലോകത്തെവിടെയും സാമ്രാജ്യത്വവും അധികാര ശക്തികളും ഉപയോഗിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ പ്രീണിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവർ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ മറ്റു പൗരന്മാരെ പോലെ തുല്യരായി ജീവിക്കാൻ അവർക്ക് അവകാശം വേണം, അത്രേ ഉള്ളൂ. മതത്തിന്റെ പേരിൽ ഒരു വിവേചനം പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഇസ്ലാമിന് എന്തെങ്കിലും കൂടുതൽ കൊടുക്കണം എന്ന് പറയുന്നില്ല. ഇപ്പൊ മലപ്പുറത്ത് സീറ്റില്ലാണ്ടായിട്ട് അത്ര കൊല്ലായി. +1 സീറ്റിന് വേണ്ടി മലപ്പുറത്ത് SFIക്കാരെ സമരത്തിന് വന്നേക്കണം. അതാണ് തമാശ. ഇന്നിപ്പോ V ശിവൻകുട്ടി മലപ്പുറത്ത് സീറ്റില്ല എന്ന് പറയുന്ന SFIക്കാരെ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ശിവൻകുട്ടി ഒന്നിച്ച് SFIയിൽ വർക്ക് ചെയ്തതാണ്. ഒരേ കാലത്ത് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശിവൻകുട്ടിയെ ഇപ്പൊ പറയണേ SFIക്കാർ ഒരു പണിയില്ലാണ്ട് കുറക്കാലം ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ചൂടാക്കണ്ടേ, അതിനുവേണ്ടി സമരത്തിന് പോയതാണ് എന്ന് പറഞ്ഞാൽ, ഒരു വശത്ത് ഇസ്ലാം പ്രീണനം എന്ന് പറയുക, അവരുടെ വോട്ട് പിടിക്കുക, CA എന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുക. മറുവശത്ത് ഇപ്പോൾ അത് പരാജയപ്പെട്ടപ്പോൾ ഇത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ലൈനിലേക്ക് പോവുക. അപ്പൊ CPM വെള്ളാപ്പള്ളി ലൈനിലേക്ക് പോവുക തന്നെയാണ്. അങ്ങനെ വന്നാൽ ഞാൻ CPM കാരനാണ് എന്ന് വെള്ളാപ്പള്ളി പറയും. CPM ശബരിമല എത്തിയിൽ പയറ്റിയ അതേ തന്ത്രം. ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച ഒരു നിലപാടെടുത്തു, അത് ജനങ്ങൾക്ക് വളരെ എതിരായി എന്ന് തോന്നി. പിന്നെ വീട് കയറി ഇറങ്ങി നാമജപം തുടങ്ങി. ഞങ്ങൾ ശബരിമലക്കാരാണ്, ഞങ്ങൾ അമ്പലത്തിൽ പോണവരാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യുക എന്ന തുടങ്ങിയ നാമജപം അവിടെ തുടങ്ങി. കടകംപള്ളി സുരേന്ദ്രന്റെ കഴിഞ്ഞ കഴക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാസറ്റ് നിങ്ങൾ ആരെങ്കിലും ഒരു പ്രാവശ്യം കേട്ടാൽ മതി. 20 മിനിറ്റിൽ കാസറ്റിൽ 19 മിനിറ്റും അതേ ക്ഷേത്രങ്ങൾക്ക് കൊടുത്ത പൈസയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ദേവസ്വം മന്ത്രിയായിരുന്നു ഞാൻ. മറ്റേ ആറ്റുകാൽ ക്ഷേത്രത്തിന് ഇത്ര കൊടുത്തു, കഴക്കൂട്ട ക്ഷേത്രത്തിന് ഇത്ര കൊടുത്തു, കൊല്ലത്തിലെ ഇന്ന ക്ഷേത്രത്തിന് ഇന്നത് കൊടുത്തു, മാവേലിക്കര ക്ഷേത്രത്തിന് ഇത്ര കൊടുത്തു, ചെങ്ങന്നൂരിന് ഇത്ര കൊടുത്തു എന്നുള്ള 19 മിനിറ്റും 20 മിനിറ്റിൽ ഈ ക്ഷേത്രങ്ങൾക്ക് കൊടുത്താണ്. ഇതന്നെയാണ് CPMന് പറ്റാൻ പോണ പ്രശ്നവും. അങ്ങനെ ഹിന്ദു വർഗീയ പാർട്ടിയായി CPM നിൽക്കാൻ പറ്റും, മലബാർ കോട്ടയം തീരുമാനിച്ച് നിൽക്കാൻ പറ്റും. അപ്പൊ ഇത് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുക, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, അങ്ങോട്ട് പ്രീണിപ്പിക്കുക. ഇത് മാർക്സിസ്റ്റ് വിരുദ്ധമാണ് സഖാവേ. ജനങ്ങൾ അവരുടെ ജീവിത പ്രശ്നം നോക്കിയാണ് വോട്ട് ചെയ്തത്. അല്ലായിരുന്നുവെങ്കിൽ ഇത് പഠിക്കാൻ ഇവിടെ ഇല്ലെങ്കിൽ പറ്റി UPയിലേക്ക് ഒന്ന് പോക്കൂടെ? UPയിൽ ഈ പറഞ്ഞ മതവും ജാതിയും ഒക്കെ പറഞ്ഞിട്ട് അതിനെ അതിര് കടന്ന് BJPക്ക് അപ്പുറത്തേക്ക് മനുഷ്യന്റെ തൊഴിലില്ലായ്മയും പട്ടിണിയും ജീവിത പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും വോട്ടാക്കി മാറ്റിയല്ലേ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കൂടി അവിടെ UP പിടിച്ചത്. അത് മനസ്സിലാക്കാതെ നായരോട്ട് അങ്ങോട്ട് പോയി, ക്രിസ്ത്യനോട്ട് ഇങ്ങോട്ട് പോയി എന്ന വളരെ ലളിതവൽക്കരിച്ച രാഷ്ട്രീയം CPM ഉപേക്ഷിക്കേണ്ട കാലമായി. അല്ലെങ്കിൽ ബംഗാളിൽ ഉണ്ടായതിനേക്കാൾ വലിയ നാശം ഇവിടെ ഉണ്ടാകും.